നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എനിക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ട് ഈ പറയുന്നതെല്ലാം സത്യമാണോ എന്നുള്ളത് ചോദിക്കുകയുണ്ടായി. ഒരു പീരീഡ്സ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ശരീരത്തിലെ രക്തശുദ്ധീകരണമാണ്. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം 7 ദിവസത്തെ നമ്മുടെ മെൻസസ് എന്ന് പറയുന്നത് 200 മില്ലി ബ്ലഡ് 4 to 8 ounces ഓഫ് ബ്ലഡ് പുറത്ത് പോകണം. അത് ശുദ്ധീകരണം നടക്കുന്നതാ. നമുക്കറിയാം ഈ പീരിയഡ്സിന്റെ സമയത്തെ ആർത്തവ സമയത്തെ ശുദ്ധി അശുദ്ധി എന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയാണ് കുറച്ചു കാലമായിട്ട് കേരളത്തിൽ. പക്ഷെ ഇതിന്റെ ഒരു ബയോളജിക്കൽ അല്ലെങ്കിൽ ജൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു വശം പറയുകയാണെങ്കിൽ ഇതിന് എവിടെയാണ് ശുദ്ധിയും അശുദ്ധിയും എന്ന് നിങ്ങൾ തന്നെ കണക്കാക്കുക. ഇപ്പോ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു പ്രായപൂർത്തിയാവുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രജനനത്തിന് തയ്യാറാകുമ്പോൾ യൂട്രസ് ഓരോ മാസവും ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി അല്ലെ ഗർഭധാരണത്തിന് വേണ്ടി ഒരുങ്ങുന്നു. പക്ഷെ ആ ഗർഭധാരണം വേണ്ടാതെ വരുമ്പോൾ ആ അവസ്ഥയിൽ അത് ആവശ്യമില്ല എങ്കിൽ ആ എക്സ്ട്രാ ആയിട്ട് യൂട്രസിനകത്തുണ്ടാകുന്ന കോശങ്ങളുടെ മാറ്റങ്ങള് ഒക്കെ അത് വേണ്ട, ആവശ്യമില്ല. അപ്പൊ ആ കോശങ്ങളും അവിടെ ഉള്ള രക്തക്കുഴലുകളിൽ നിന്നുള്ള രക്തവും കൂടെ പുറത്തേക്ക് വരുന്നതാണ് ഈ ആർത്തവ സമയത്തെ രക്തസ്രാവം എന്ന് പറയുന്നത്, മെൻസ്ട്രുവൽ ബ്ലഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് കൈ മുറിഞ്ഞ് ഉണ്ടാകുന്ന രക്തം എന്താണോ അതേ രക്തമാണ് യൂട്രസിന്റെ അകത്തുള്ള രക്തധമനികളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ആ പാസേജിൽ കൂടെ തന്നെയാണ് ഒരു നവജാത ശിശു വരുന്നത്. ആ പാസേജ് അതേ സെക്രീഷൻസ് അല്ലെങ്കിൽ അതേ ദ്രാവകങ്ങളൊക്കെ പറ്റിയാണ് കുട്ടി വെളിയിലേക്ക് വരുന്നത്. അപ്പൊ ഇതിനകത്ത് അശുദ്ധി എന്ന് പറയുന്നത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം കയ്യിലെ രക്തം എത്ര ശുദ്ധമാണോ അല്ലെ കയ്യിലെ രക്തം എന്താണോ അത് തന്നെയാണ് ഈ മെൻസ്ട്രുവൽ ബ്ലഡ് ലോസ് എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത് ഈ ശുദ്ധീകരണ പ്രക്രിയ മുമ്പ് നന്നായി നടന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ് സ്ത്രീകൾക്ക് കരൾ രോഗവും വൃക്കരോഗവും ഇല്ലാതെ ഇരുന്നത്. പണ്ട് സ്ത്രീകൾക്ക് കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ്, ഹാർട്ട് ഡിസീസ്, സ്കിൻ ഡിസീസ്, അതായത് ഈ രോഗങ്ങളൊന്നും തന്നെ സ്ത്രീകൾക്ക് അധികം ഉണ്ടായിരുന്നില്ല. തൊലിപ്പുറത്തുള്ള രോഗങ്ങളൊന്നും നമുക്കധികം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഈ രോഗങ്ങളെല്ലാം നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. എന്തുകൊണ്ടാ? ആ ശുദ്ധീകരണം നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ രോഗങ്ങളൊന്നും വരാത്തത്. സ്ത്രീകൾക്ക് വൃക്കരോഗം ഇല്ലാതെ ഇരുന്നു എന്നുള്ളത് നമുക്ക് അതൊരു ശാസ്ത്ര സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളത് കണക്കുകൾ അതിന്റെ എടുത്തിട്ടില്ല. പിന്നെ പൊതുവേ ഉള്ള കരൾ രോഗവും വൃക്കരോഗവും സ്ത്രീകളിലും പുരുഷന്മാരിലും കൂടിയിട്ടുണ്ടെന്നുള്ള ഒരു സത്യമാണ്. കാരണം നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം അല്ലെ രക്താതിസമ്മർദ്ദം ഒക്കെ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് പൊതുവെ വൃക്കരോഗവും കരൾ രോഗവും കൂടിയിട്ടുണ്ട്. അത് പുരുഷന്മാരിൽ കൂടിയിട്ടുണ്ട്, മദ്യപിക്കാത്ത സ്ത്രീകളിലും അത് കൂടിയിട്ടുണ്ട്. അത് നമ്മുടെ ഏകദേശം ഒരു ജീവിതശൈലി രോഗത്തിന്റെ ഭാഗമായിട്ടെന്ന് നമുക്ക് പറയാം. അത്തരത്തിലാണ് സ്ത്രീകളിൽ രോഗം കൂടിയിട്ടുള്ള. ഈ അശുദ്ധ രക്തം പുറത്തു പോകാത്തത് കൊണ്ടല്ല. ഈ മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ് അല്ലെ മെൻസസിനെ സംബന്ധിക്കുന്ന പാകപ്പിഴകൾ വരുന്ന ഒരു പ്രധാന ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഫിനോമിനൻ എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നതാണ്, അല്ലെ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്നതാണ്. ഇത് ആന്തരിക അവയവങ്ങളിൽ കൊഴുപ്പടിയുന്നത് പോലെ തന്നെ നമ്മുടെ ഓവറിക്ക് ചുറ്റും അണ്ഡാശയത്തിന് ചുറ്റും ഒക്കെ ഉള്ള കൊഴുപ്പ് കൂടിയിട്ട് അതിന്റെ ഭാഗമായിട്ട് അതിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സിസ്റ്റുകൾ അല്ലെ കുഞ്ഞു കുഞ്ഞു കുമിളകൾ ഫോം ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് അതായത് ആർത്തവം കൃത്യമല്ലാതെ ആകുകയും രണ്ടാമത് ഗർഭധാരണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയും പുരുഷ ഹോർമോണുകൾ കൂടുന്നതുകൊണ്ട് വളരെ പുരുഷന്മാർക്ക് വരുന്ന പോലത്തെ കട്ടി രോമങ്ങൾ ദേഹത്തുണ്ടാകുകയും ചെയ്യുന്നു. ഇത് മൂന്നുമാണ് അതിന്റെ പ്രത്യേകത. അതിന്റെ നാലാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഭാവിയിൽ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മോഡേൺ യുഗത്തിൽ അല്ലെങ്കിൽ ആധുനിക യുഗത്തിൽ ഉണ്ടായത് ജീവിതശൈലി രോഗങ്ങൾ എത്തരത്തിൽ മനുഷ്യന് കൂടിയോ അത് തന്നെയാണ്, ആ കാരണങ്ങൾ തന്നെയാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം ഉണ്ടാകാൻ കാരണമാകുന്നത്. അതായത് വ്യായാമക്കുറവ്,
അല്ലെങ്കിൽ ഒരുപാട് കൊഴുപ്പും അന്നജവും അടങ്ങിയ ഭക്ഷണം, ഒരുപാട് സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം, ഇതെല്ലാം. അപ്പൊ ഇതിനകത്തെ സ്ത്രീയുടെ അശുദ്ധ രക്തം പുറത്തു പോകാത്ത കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്ന് പറയുന്നതിൽ യാതൊരു ശാസ്ത്ര സത്യവുമില്ല. എങ്കിൽ പിന്നെ പുരുഷന്മാർക്ക് ഈ അശുദ്ധി എങ്ങനെ പുറത്തോട്ട് പോകുന്നു എന്ന് ഈ അവതാരക അല്ലെങ്കിൽ ഈ പ്രസ്തുത വീഡിയോയിൽ സംസാരിക്കുന്ന മഹതി അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോ ഇത് ഒരു ശാസ്ത്രത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു വാദഗതി അല്ല. രക്തം പോകുന്നത് അത് അശുദ്ധ രക്തമല്ല, അതൊരു നോർമൽ രക്തമാണ്. അത് യൂട്രസിന്റെ അകത്തുനിന്ന് നമ്മുടെ വെജൈനെ കൂടെ പുറത്തോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് അത് അശുദ്ധമാവുന്നില്ല. മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, അതായത് ആർത്തവത്തിലെ ക്രമക്കേടുകളും ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങളും കൂട്ടി വായിക്കേണ്ടത് മറ്റൊരു രീതിയിലാണ്. ഒരു ജീവിതശൈലിയിലെ പാകപ്പിഴകൾ കൊണ്ട് ഉണ്ടാകുന്ന പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ജീവിതശൈലി രോഗങ്ങൾക്ക് കൂടുതൽ ഇടയാക്കുന്നു. അതിൽ നിന്ന് പിന്നീട് ലിവർ ഡിസീസോ അല്ലെ വൃക്ക രോഗമോ ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശാസ്ത്രം ഇതുവരെ എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ ശാസ്ത്രം ഇതുവരെ തെളിയിച്ചിട്ടുള്ള സത്യം. അപ്പോൾ നമുക്ക് ഈ ഈ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഇത്രയും സയൻസ് പുരോഗമിച്ചപ്പോൾ ഇതിനെ ശുദ്ധി അശുദ്ധി എന്നുള്ള വാക്ക് തന്നെ നമ്മൾ മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ പെൺകുട്ടികളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കണം, അവർ പഠിക്കണം, മുന്നേറണം എന്നൊക്കെ പറയുമ്പോൾ ഈ അശുദ്ധി എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ധാരണ മനസ്സിൽ കുത്തിവെച്ച് കൊടുക്കുന്നത് തന്നെ ഒരു തെറ്റായ കാര്യമാണ്. മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്ന സാധാരണയായിട്ടുള്ള ഒരു ബയോളജിക്കൽ ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതിൽ ശുദ്ധി അശുദ്ധി എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കാനേ പാടില്ല.